എല്ലാവർക്കും ഹായ്. ഇന്നത്തെ ക്ലാസ്സിൽ സീരീസ് എ സി സർക്യൂട്ടുകളിലെ വോൾട്ടേജ്, കറണ്ട്, പവർ ഫാക്ടർ തുടങ്ങിയ അടിസ്ഥാന അളവുകൾ എങ്ങനെ അളക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ലക്ഷ്യം, ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. ഒരു RL സീരീസ് സർക്യൂട്ടിലെ വോൾട്ടേജ്, കറണ്ട്, പവർ ഫാക്ടർ എന്നിവ അളക്കുക. RC സീരീസ് സർക്യൂട്ടിലെ വോൾട്ടേജ്, കറണ്ട്, പവർ ഫാക്ടർ എന്നിവ അളക്കുക. ഒരു RLC സീരീസ് സർക്യൂട്ടിലെ വോൾട്ടേജ്, കറണ്ട്, പവർ ഫാക്ടർ എന്നിവ അളക്കുക. ഇവിടെ R, L, C എന്നീ അക്ഷരങ്ങൾ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. പ്രാക്ടിക്കലിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് പവർ ഫാക്ടറിനെ കുറിച്ച് ഒരു ഹ്രസ്വ ചർച്ച നടത്താം. പവർ ഫാക്ടർ എന്നത് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള കോണല്ലാതെ മറ്റൊന്നുമല്ല. തീർച്ചയായും കൊസൈൻ ആംഗിൾ. റെസിസ്റ്റർ പവർ ഫാക്ടർ ഒരു യൂണിറ്റായോ ആയിരിക്കും. ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും പവർ ഫാക്ടർ യഥാക്രമം പിന്നിലും ലീഡും ആയിരിക്കും. വോൾട്ടേജും കറണ്ടും യഥാക്രമം ഒരു വോൾട്ട് മീറ്ററും അമ്മീറ്ററും ഉപയോഗിച്ച് അളക്കാം. സർക്യൂട്ടിലേക്ക് ഒരു പവർ ഫാക്ടർ മീറ്ററിനെ നേരിട്ട് ബന്ധിപ്പിച്ച് നിങ്ങൾക്ക് പവർ ഫാക്ടർ അളക്കാൻ കഴിയും. അല്ലെങ്കിൽ ഫോർമുല ഉപയോഗിച്ച് വാട്ട് മീറ്റർ, അമ്മീറ്റർ, വോൾട്ട് മീറ്റർ റീഡിങ്ങുകളിൽ നിന്ന് നിങ്ങൾക്കത് കണക്കാക്കാം. cos π = WI/VI. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാട്ട് മീറ്ററും പവർ ഫാക്ടർ മീറ്ററും ഒരേ സർക്യൂട്ടിലേക്ക് ബന്ധിപ്പിച്ച് രണ്ട് റീഡിങ്ങുകളും താരതമ്യം ചെയ്യാം. ആദ്യം നമുക്ക് സർക്യൂട്ടുകളിലെ RL സീരീസിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഉപകരണങ്ങൾ, മെറ്റീരിയലുകൾ എന്നിവ ശേഖരിക്കുക. DPST സ്വിച്ച് അല്ലെങ്കിൽ 2 പോൾ 6 amp MCB. വയർ വൗണ്ട് റെസിസ്റ്റർ 500 ഓം 1 ആംപ്സ്. ട്യൂബ് ലൈക്ക് ചോക്ക് 40 വാട്ട്. അമ്മീറ്റർ MI 0 മുതൽ 2 ആംപ്സ് വരെ. വോൾട്ട് മീറ്റർ MI 0 മുതൽ 300 വോൾട്ട് വരെ 3 എണ്ണം, അതായത് V, VR, VL. വാട്ട് മീറ്റർ 1500 വാട്ട്സ് 2.5 ആംപ്സ് 240 വോൾട്ട്. പവർ ഫാക്ടർ മീറ്റർ 0.5 ലാഗ് മുതൽ 0.5 ലീഡ് വരെ. മൾട്ടിമീറ്റർ. ഇൻസുലേറ്റഡ് കോർ വയർ 1 സ്ക്വയർ mm 5 മീറ്ററിൽ. വയർ വോണ്ട് റെസിസ്റ്ററും ഇൻഡക്ടർ ചോക്കും സീരീസിൽ ബന്ധിപ്പിക്കുക. MCB അല്ലെങ്കിൽ DPST സ്വിച്ചിൽ നിന്ന് ടെർമിനലുകളിൽ അമ്മീറ്റർ സീരീസിൽ ബന്ധിപ്പിക്കുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നതുപോലെ ശരിയായ ടെർമിനലുകളുമായി വാട്ട് മീറ്ററും പവർ ഫാക്ടർ മീറ്ററും ബന്ധിപ്പിക്കുക. എപ്പോഴത്തെയും പോലെ സർക്യൂട്ടിൽ കറണ്ട് കോയിൽ സീരീസായും പ്രഷർ അഥവാ വോൾട്ടേജ് കോയിൽ സമാന്തരമായും. റെസിസ്റ്റർ ബന്ധിപ്പിച്ച് സർക്യൂട്ടിലേക്ക് സീരീസിൽ ചോക്ക് ചെയ്യുക. സർക്യൂട്ടിന് സമാന്തരമായി വോൾട്ട് മീറ്റർ V, റെസിസ്റ്ററുകൾക്കും ഇൻഡക്ടറുകൾക്കും സമാന്തരമായി വോൾട്ട് മീറ്ററുകൾ VR, VL എന്നിവ ബന്ധിപ്പിക്കുക. സർക്യൂട്ടിലേക്ക് AC ഇൻപുട്ട് വിതരണം ബന്ധിപ്പിക്കുക. MCB അല്ലെങ്കിൽ DPST സ്വിച്ച് ഓണാക്കുക. ടാബുലേഷനിലെ അമ്മീറ്റർ, വോൾട്ട് മീറ്ററുകൾ V, VR, VL, വാട്ട് മീറ്റർ, പവർ ഫാക്ടർ മീറ്റർ എന്നിവയുടെ റീഡിങ്ങുകൾ ശ്രദ്ധിക്കുക. VR, VL എന്നിവയുടെ വെക്ടർ തുകയ്ക്ക് തുല്യമായ വോൾട്ടേജ് V1 ആയിരിക്കണമെന്ന് പരിശോധിക്കുക. ഒരു വാട്ട് മീറ്റർ റീഡിംഗ് ഉപയോഗിച്ച് നമുക്ക് പവർ ഫാക്ടർ കണ്ടെത്താം. ഫോർമുലയിൽ വോൾട്ടേജ് V1, കറണ്ട് I, വാട്ട് മീറ്റർ റീഡിങ്ങുകൾ എന്നിവയുടെ മൂല്യങ്ങൾ മാറ്റിസ്ഥാപിക്കുക. cos π = W/VI. ഈ കണക്കാക്കിയ മൂല്യം അളന്ന പവർ ഫാക്ടർ റീഡിംഗുമായി താരതമ്യം ചെയ്യുക. രണ്ട് റീഡിങ്ങുകളും ഏകദേശം തുല്യമാണെന്നും മൂല്യം ലാഗിംഗ് പവർ ഫാക്ടറിലാണെന്നും ഉറപ്പാക്കുക. ഫോർമുല ഉപയോഗിച്ച് സർക്യൂട്ട് ഉപയോഗിക്കുന്ന പവർ കണ്ടെത്താനാകും. P = VI cos π. വ്യത്യസ്ത മൂല്യങ്ങൾ ലഭിക്കുന്നതിന് റെസിസ്റ്ററും ചോക്ക് കോയിലും മാറ്റിസ്ഥാപിക്കുക. അല്ലെങ്കിൽ രണ്ട് റെസിസ്റ്ററുകൾ സമാന്തരമായും രണ്ട് ചോക്ക് കോയിലുകളും സമാന്തരമായും രണ്ട് സീരീസുകളിലുമായി ബന്ധിപ്പിക്കുക. ഞങ്ങൾ ഇതുവരെ കണ്ടതുപോലെ അളന്നതും കണക്കാക്കിയതുമായ പവർ ഘടകങ്ങളെ താരതമ്യം ചെയ്യുക. RL സീരീസ് സർക്യൂട്ടുകൾക്കുള്ള പ്രധാന സൂത്രവാക്യങ്ങൾ. ഇംപിഡൻസ് Z in ohms.
ഫോർമുല ഉപയോഗിച്ച് കണ്ടെത്താം. Z ഈസ് ഈക്വൽ ടു ദ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ. R ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഇൻ ഓംസ്. എക്സ് എൽ കാണിക്കുന്നത് ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ഓം. ഫോർമുല ഉപയോഗിച്ച് എക്സ് എൽ കണ്ടുപിടിക്കാം. എക്സ് എൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് Z സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. മറ്റൊരു ഫോർമുല ഉപയോഗിച്ച് എക്സ് എല്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് എക്സ് എൽ ഈസ് ഈക്വൽ ടു 2π FL. ഈ ഫോർമുലയിൽ നിന്ന് ഇൻഡക്റ്റൻസ് L കണ്ടുപിടിക്കാം. L ഈസ് ഈക്വൽ ടു XL ഡിവൈഡഡ് ബൈ 2πf ഇൻ ഹെൻറി. കറണ്ട് I കാൽക്കുലേറ്റ് ചെയ്യാം. I ഈസ് ഈക്വൽ ടു V/Z. അതായത് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇംപെഡൻസ്. ഇതിൽ നിന്ന് വോൾട്ടേജ് കണ്ടുപിടിക്കാം. V ഈസ് ഈക്വൽ ടു I ഇൻറ്റു Z. അതായത് കറണ്ട് മൾട്ടിപ്ലൈഡ് ബൈ ഇംപെഡൻസ്. ഇതിൽ നിന്ന് ഇംപെഡൻസ് Z ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. Z ഈസ് ഈക്വൽ ടു V/I. അതായത് വോൾട്ടേജ് ബൈ കറണ്ട്. വോൾട്ടേജ് V ഇൻ വോൾട്ട്സ്. ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. V ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് VI സ്ക്വയർ. V എന്നത് ഇൻപുട്ട് വോൾട്ടേജ്, VR എന്നത് റെസിസ്റ്ററിലെ വോൾട്ടേജ് R, VL എന്നത് ഇൻഡക്ടറിലെ വോൾട്ടേജ് L. പവർ ഫാക്ടർ കോസ് പൈ. ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. കോസ് പൈ ഈസ് ഈക്വൽ ടു R/Z. അതായത് റെസിസ്റ്റൻസ് ബൈ ഇംപെഡൻസ്. അപ്പാരന്റ് പവർ VA. ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. S ഈസ് ഈക്വൽ ടു V ഇൻറ്റു I. അതായത് വോൾട്ടേജ് മൾട്ടിപ്ലൈഡ് ബൈ കറണ്ട്. റിയൽ പവർ ഇൻ വാട്ട്സ്. ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. P ഈസ് ഈക്വൽ ടു V ഇൻറ്റു I ഇൻറ്റു കോസ് പൈ. അതായത് വോൾട്ടേജ് മൾട്ടിപ്ലൈഡ് ബൈ കറണ്ട് ആൻഡ് കോസ് പൈ. റിയാക്റ്റീവ് പവർ VA. ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. Q ഈസ് ഈക്വൽ ടു V ഇൻറ്റു I ഇൻറ്റു സൈൻ പൈ. അതായത് വോൾട്ടേജ് മൾട്ടിപ്ലൈഡ് ബൈ കറണ്ട് ആൻഡ് സൈൻ പൈ. കണ്ടതിന് നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.